നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അക്ഷര, ഒരു മിനിറ്റ്. അക്ഷര ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചല്ല. ഡോക്ടർ കൂടെ ഉണ്ടോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ. നന്നായി. ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളെ ഒരുപാടായി. എനിക്ക് അക്ഷരയോട് മാത്രമായി കുറച്ചു നേരം സംസാരിക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. അക്ഷര, അങ്ങനെ പറയരുത്. അറിയാലോ എൻ്റെ അവസ്ഥ. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. അതിനു മുമ്പ് മനസ്സിലുള്ളത് മുഴുവൻ തുറന്നു പറയണം. പറ്റില്ല എന്ന് പറയരുത്. നമ്മൾ തമ്മിൽ ഇനി എന്ത് സംസാരിക്കാനാ? എനിക്കൊന്നും വിശാലിനോട് പറയാനുമില്ല, കേൾക്കാനുമില്ല. ഞാൻ മരിച്ചൊന്നും നാളെ അറിയുമ്പോ അക്ഷരയ്ക്ക് കുറ്റബോധം തോന്നും. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അക്ഷരയെ. ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചതും എന്നെ തന്നെയാ. ശരിയാണ്, തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഒന്ന് ന്യായീകരിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ ദൈവം എനിക്ക് തന്നു കഴിഞ്ഞു. എന്റെ മരണ വാറന്റിയിൽ ദൈവം ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി എത്ര കാലം ഉണ്ടാവും? കണ്ണടയ്ക്കുമ്പോ ഉള്ളിലോർക്കാൻ നല്ല കുറച്ച് നിമിഷങ്ങൾ. അതിനുവേണ്ടി അക്ഷരോട് ഞാൻ യാചിക്കുന്നേ. വേണമെങ്കിൽ ഡോക്ടറുടെ അനുവാദം വാങ്ങാം. ഞാൻ വിളിക്കാം ഡോക്ടറെ. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം എന്റെ ബോസ് അല്ല വിശാൽ, പാർട്ട്ണറാ. അങ്ങനെ ഒരാളെ ഞാൻ സ്വപ്നം കണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്, എന്ത് ചെയ്യാനും ചെയ്യാതിരിക്കാനും. അല്ലെങ്കിലും അക്ഷരയ്ക്ക് എന്നെക്കാൾ ചേരുന്നത് നിരഞ്ജനയാ. ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ അവൻ എങ്ങനെ പറ്റുമെന്ന് അത്ഭുതം തോന്നാറുണ്ട് നിരഞ്ജനെ കാണുമ്പോഴൊക്കെ. അക്ഷരയുടെ ഭാഗ്യം, ശ്രുതിമോളുടെ. എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? പറയാനുള്ളത് പെട്ടെന്ന് പറ, എനിക്ക് പോണം. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഞാൻ കാരണം അക്ഷരയ്ക്കും അക്ഷരയുടെ കുടുംബത്തിനും ഒരുപാട് സങ്കടങ്ങളുണ്ടായി. മാപ്പ് ചോദിക്കാം. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ മാത്രമാണ് ഉത്തരവാദി. ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാ അക്ഷരയോട് പിണങ്ങിയത്. അക്ഷരയോടൊപ്പം ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എനിക്കിങ്ങനൊരവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല. ഓർക്കാൻ പറ്റുന്ന തെറ്റല്ല ഞാൻ ചെയ്തത്. എന്തായാലും എന്നോട് ക്ഷമിക്കണം. ഇനിയൊരിക്കലും ഞാൻ അക്ഷരെ ബുദ്ധിമുട്ടിക്കില്ല. എനിക്ക് വിശാലിനോട് ഒരു ദേഷ്യവുമില്ല. വിശാൽ എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയതുകൊണ്ടല്ലേ അദ്ദേഹത്തെ പോലെ ഒരാൾ എനിക്ക് ഭർത്താവായി കിട്ടിയത്. ഏത് പെണ്ണും ആഗ്രഹിക്കുന്നൊരു കൂട്ടാ അദ്ദേഹം. അങ്ങനെ ഒരാളെ എനിക്ക് കിട്ടിയത് അതിന് കാരണക്കാരൻ നേരിട്ടല്ലെങ്കിലും വിശാലല്ലേ. നിരഞ്ജനെ കിട്ടിയതുകൊണ്ട് എല്ലാം ഞാൻ മറക്കാൻ തയ്യാറാ. ഞാൻ ക്ഷമിച്ചില്ലല്ലോ എന്നൊരു കുറ്റബോധം വേണ്ട. വിശാൽ എന്നോട് ചെയ്ത സകല ക്രൂരതകളും ഞാൻ പുറത്തിരിക്കുക. മതി, അത് മതി. ഇനി ഒരപേക്ഷ കൂടിയുണ്ട്. എന്നെങ്കിലും ഞാൻ മരിച്ചു എന്ന് കേട്ടാ പരലോകത്തെങ്കിലും നല്ലൊരു ജീവിതം കിട്ടാൻ എനിക്ക് വേണ്ടി പിതൃകർമ്മങ്ങൾ നടത്തണം. ശ്രുതിമോളെ കൊണ്ടത് ചെയ്യിക്കണം. എന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ അവളുടെ പവിത്ര കൈകൊണ്ട് എനിക്ക് ബലിയൂട്ടണം. മരിക്കുന്നുള്ള ഈ തോന്നലാ ആദ്യം മാറ്റേണ്ടത്. എന്തൊക്കെ നടക്കുന്നു ഈ ലോകത്ത്. അതുപോലെ വിശാലെ രക്ഷപ്പെടില്ലെന്ന് ആര് കണ്ടു? അതൊരിക്കലും സംഭവിക്കില്ല അക്ഷര. എനിക്കിനി അധികം ആയുസില്ല. മരിക്കുമ്പോൾ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. ഈ ജന്മത്തിലെ കടങ്ങൾ മുഴുവൻ അടുത്ത ജന്മത്തിൽ വീട്ടണം. ഈ ജന്മത്തിലെ തെറ്റുകൾ മുഴുവൻ അടുത്ത ജന്മത്തിൽ തിരുത്തണം. അതിനടുത്ത ജന്മത്തിലെങ്കിലും അക്ഷരന്റെ ഭാര്യയായിട്ട് വരണം. അതൊരിക്കലും സംഭവിക്കില്ല. കാരണം
ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് ആ ജന്മങ്ങളിലെല്ലാം നിരഞ്ജന്റെ ഭാര്യയായിട്ട് മാറണമെന്നാ.